നിയമസഭയിലേക്ക് സീറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ടെന്ന് എ കെ ആന്റണി. സർക്കാർ വന്നാൽ എന്തെങ്കിലും അവർക്ക് കിട്ടും. നേതാക്കൾ കോൺഗ്രസിനായി പ്രവർത്തിക്കണം. പഴയ തച്ചടി പ്രഭാകരൻ ധനമന്ത്രിയായതിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചായിരുന്നു ആന്റണിയുടെ പ്രസംഗം. പിണറായി സർക്കാരിനെ താഴെ ഇറക്കണമെന്നും ബിജെപിയെ ദുർബലപ്പെടുത്തണമെന്നും ആന്റണി പറഞ്ഞു. തച്ചയോട് ഞങ്ങൾ പറഞ്ഞു, സുധീറിന്റെ ചെയർമാനാണ്. തച്ചത് ഏറ്റെടുത്തു. സുധീറിനെ വിജയിപ്പിച്ചു, ബാലകൃഷ്ണനെ വിജയിപ്പിച്ചു, എല്ലായിടത്തും വിജയിപ്പിച്ചു. തച്ചടിക്ക് സീറ്റുണ്ടായില്ല. ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാരെ ഏറ്റവും ഞെട്ടിപ്പിച്ച കാര്യമാണ്. പക്ഷേ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. 980 കായംകുളത്തെ സ്ഥാനാർത്ഥി തച്ചടി പ്രഭാകരൻ 3 വർഷം കഴിഞ്ഞപ്പോൾ തച്ചടി ജയിച്ചു. 82 തച്ചടി പ്രഭാകരൻ ജയിച്ചെന്ന് മാത്രമല്ല, കരകാരൻ മന്ത്രിസഭയിലെ കോളേജിൽ പഠിക്കാത്ത, കോളേജിന്റെ പഠിപ്പുരകരാത്ത തച്ചടി പ്രഭാകരൻ ധനകാര്യമന്ത്രിയായി. കേരളം കണ്ട ഏറ്റവും ധനകാര്യമന്ത്രി ഒരാളായി തച്ചടി മാറി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കിട്ടാതിരിക്കുന്ന സുഹൃത്തുക്കൾ തച്ചടി പ്രഭാകരനെ അനുസ്മരിക്കണം. തച്ചടിയെ അനുസ്മരിക്കണം. ഇത്തവണ ടിക്കറ്റ് ഇല്ലെങ്കിൽ കിട്ടും. ടിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ എന്തെങ്കിലും നല്ല അവസരം ഉണ്ടാകും. അതുകൊണ്ട് ആരും പണിയെടുക്കാതിരിക്കേണ്ട.